السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, റബീഉൽ അവ്വൽ മാസമാണ്. ഇവിടെ മൗലൂദ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ ഉസ്താദിന് വരൂല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ആമൂട്ടി ഉസ്താദ് പറഞ്ഞു എന്നോട് വരാൻ വേണ്ടി. അപ്പം ഞാൻ ചോദിച്ചു ഏതാ എടുക്കുന്നത് എന്ന്. 2-3 ആളുകളോട് ചോദിച്ചിട്ട് കൃത്യമായി ഉത്തരം ലഭിച്ചില്ല. ക്ലാസ്സിൽ വരുന്നവരൊക്കെ കൃത്യമായി എണ്ണം പറഞ്ഞില്ല, അങ്ങനെ ആവാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു മുൻധാരണയില്ലാതെ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള ഒരു ചിന്ത എന്നെ അലട്ടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കാലോചിതമായി ഇന്നത്തെ വിഷയം എന്തെങ്കിലും പറയാം. അപ്പം എന്നോടും അത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മുമ്പേ ഗമിക്കുന്ന ആളെ മിക്കവാറും അത് തന്നെ ആയിരിക്കും പറയാം. അപ്പം ഞാനും അത് തന്നെ പറഞ്ഞാൽ നാട്ടുകാർക്ക് വിഷമായിരിക്കുമല്ലോ എന്ന് പറയുകയുണ്ടായി. അപ്പം വന്നു നോക്കുന്നവരും കേട്ടു നോക്കുന്നേരോ മൗലൂദ് തന്നെയാണ് കേൾക്കുന്നത്. ഏതായാലും ശരി, ഞാനും മൗലൂദ് തന്നെ ചെല്ലാനാണ് വിചാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യമല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, അങ്ങനെ അതിന് വിഷമമുണ്ടോ? ചോറും വേണം, മഞ്ഞച്ചോറായാൽ തരക്കേടില്ല. ഓക്കെ, നമ്മുടെ റസൂലിനെ നമ്മളിങ്ങനെ മനസ്സിലാക്കണം എന്ന അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ചില ആയത്തുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൗലൂദ് ഓതുമ്പോൾ ഇങ്ങനെയാണ്: മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി ദിൽ ഖൽഖി കുല്ലിഹിമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. അമിൻ തദക്കുരു ജീറാനി ബിദി സലമി മാസജ്ത ദമ്മം ജറാ ബിമുഖലത്തിൻ ബിദമി ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. മനസ്സിലാണോ? അച്ചത്തിൽ കേട്ടില്ല? അങ്ങനെ ആയിരുന്നു, നിങ്ങൾക്കറിയില്ലേ? ശരി, അള്ളാഹുവിൻ്റെ റസൂലിനെ മനസ്സിലാക്കുക. ബുസൂരി ഇമാം ആ പദ്യത്ത് പറയുന്ന വർത്താനം എന്താണെന്നറിയോ? നമ്മളെ മൗലായയുടെ ആ പദ്യത്തിൻ്റെ അവസാന ഭാഗത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ മധ്യത്തിൽ വന്നിട്ടുള്ള ഒരു വരി പദ്യം: ഫമബ്ലഗുൽ ഇൽമി ഫീഹി അഷ്റഫുൽ ഖൽഖ് റസൂലുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുന്നതിൽ സുപ്രധാനമായ പാഠം, അറിവ് എന്താണെന്നറിയോ? അന്നഹു ബശറുൻ, അദ്ദേഹം ഒരു പച്ച മനുഷ്യനായിരുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റിയുള്ള വിവരങ്ങളിൽ ഏറ്റവും വലിയ വിവരം. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. അത് വിചാരിച്ചിട്ടേ നമ്മളെ പോലൂരിന്റെ മുഹമ്മദിനെ പോലെയാന്ന് വിചാരിക്കണ്ട. ലോകത്തുള്ള മുഴുവൻ മഖ്ലൂഖീങ്ങളിലും ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുമായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ. അത് വിചാരിച്ചിട്ട് മനുഷ്യനല്ലാതാക്കണോ? അല്ല, പച്ച മനുഷ്യനായിരുന്നു എന്നും അറിയുക. അതാണ് സുപ്രധാനമായ വിവരം എന്ന് ബൂസൂരി ഇമാം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളത് സൂറത്തുൽ ഇസ്രാ 90-ാമത്തെ ആയത്ത് മുതൽ 94-ാമത്തെ ആയത്ത് വരെ 5 ആയത്തുകളാണ്. അതൊന്ന് ഓതിക്കൊണ്ട് തുടങ്ങാം നമുക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആയത്ത് നമ്പർ പറഞ്ഞിരുന്നു. സൂറത്തുൽ ഇസ്രാ 90 മുതൽ 94.
ചില ആളുകൾ അത് എടുക്കുന്നു. അപ്പോൾ ഒരു സുഖമാണ്. സൂറത്തുൽ ഇസ്റാ കഹ്ഫ് കഴിഞ്ഞിട്ട് 90 മുതൽ 94 وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا أو تسقط السماء كما زعمت علينا كسفا أو تأتي بالله والملائكة قبيلا أو تسقط السماء كما زعمت علينا كسفا أو تأتي بالله والملائكة قبيلا أو يكون لك بيت من زخرف أو ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأه قل سبحان ربي هل كنت إلا بشرا رسولا. സഹോദരങ്ങളെ, സത്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ പോലെ ഒരാൾ ലോകത്ത് ജനിച്ചിട്ടില്ല. ഇനി അദ്ദേഹത്തെ പോലെ ഒരാൾ ഇനി ജനിക്കാനുമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പോലെ ലോകത്ത് ഒരു ജീവിതമില്ല. അദ്ദേഹം ലോകത്ത് മാറ്റം വരുത്തിയതുപോലെ ലോകത്ത് ഒരാളും മാറ്റം വരുത്തിയിട്ടില്ല. അദ്ദേഹത്തെ ലോകം പിൻപറ്റുന്നത് പോലെ ലോകത്ത് ഒരാളും ഒരാളെയും പിൻപറ്റുന്നില്ല. അദ്ദേഹത്തെ ഇന്നും ലോകം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യൗമുൽ ഖിയാമത്ത് 1-ാം തീയതി വരെ പഠിച്ചാലും ആ പഠനം തീരില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി പഠിക്കാൻ വേണ്ടി ആയിരങ്ങളും 10,000ങ്ങളും പലരും പെണ്ണുപോലും കെട്ടാതെ മറ്റെല്ലാം മറന്നുകൊണ്ട് ഗവേഷണ പഠനങ്ങളിൽ ഇപ്പോഴും നിരതരായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം എഴുതി വെക്കപ്പെട്ടതുപോലെ ഒരുപാട് ബയോഗ്രഫികൾ ലോകത്തുണ്ട്, ജീവചരിത്രങ്ങൾ. മഹാത്മജിയുടെ ജീവചരിത്രത്തിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു വസ്ത്രം ധരിച്ചത് എന്ന് എഴുതി വെച്ചിട്ടില്ല. അദ്ദേഹം എങ്ങനെയാണ് കുളിച്ചിരുന്നത് എന്നും എഴുതിയിട്ടില്ല. അദ്ദേഹം എങ്ങനെ ഭക്ഷണം കഴിച്ചുവെന്നോ അദ്ദേഹം എങ്ങനെ വസ്ത്രം ധരിച്ചുവെന്നോ എഴുതി വെച്ചിട്ടില്ല. അദ്ദേഹം എങ്ങനെ ഇബാദത്തെടുത്ത് നിസ്കരിച്ച് ചില അല്ലറ ചില്ലറ കാര്യങ്ങൾ മാത്രമാണ് എഴുതി വെച്ചത്. എന്നാൽ ഇത് A to Z എല്ലാം അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് റഷ്യയിൽ ജനിച്ചിട്ടുള്ള മുഴുവൻ മുഹദ്ദിസുകളും മിക്കവരും അവിടെയാണ്. ബുഖാരി, മുസ്ലിം പോലുള്ള ആളുകളൊക്കെ അവിടെ ജനിച്ചിട്ട് ചിലരൊന്നും കല്യാണം പോലും കഴിക്കാതെ ഊര് ചുറ്റുക, ഉലകം ചുറ്റുക, മരണം വരെ നബിൻ്റെ ഹദീസും തേടി അത് രേഖപ്പെടുത്തി അതിൻ്റെ വിശദീകരണങ്ങൾ എഴുതിക്കൊണ്ട്. ഇനി ഒരു ഹദീസ് നമ്മുടെ അടുത്ത് കിട്ടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ 4 ആൾ വേണം. നബി പറഞ്ഞു, അത് സഹാബികൾക്കും അത് താബിഈകൾക്കും ചിലപ്പോൾ താബിഈകൾക്കും പിന്നെ ബുഖാരി ഇമാമോ മുസ്ലിം ഇമാമോ അബൂദാവൂദോ ഒക്കെ കേൾക്കും. ഒരു ഹദീസിന്റെ പിന്നിൽ 4 or 5 ആളുകൾ. ആ 5 ആളുകളെ പറ്റിയും വേറെ പഠനം നടക്കുക. ആ 5 ആള് കള്ളത്തരം പറയോ, സത്യവാന്മാരാണോ, ആളുകളെ പറ്റിക്കുന്ന ആളുകളാണോ, നല്ല മുഅ്മിനുകളാണോ, വിശ്വാസികളാണോ, വിശ്വസിക്കാൻ പറ്റുമോ? ആ 5 ആളെ പറ്റി വേറെ പഠനം. ഒരു ഹദീസിനെ പറ്റി അത് പറഞ്ഞിട്ടുള്ള അതിന്റെ റാവിമാരായ 5 പേരെ പറ്റി പഠിക്കുമ്പോൾ 10,000-കണക്കിന് ഹദീസുകൾ ഉണ്ടാവുമ്പോ എത്ര ആളുകളെ പറ്റി പഠിക്കുന്നുണ്ടാവും? ഒരാളെ പറ്റി തന്നെ പല ആളുകൾ പഠനം നടത്തുക, എന്നിട്ട് അതൊക്കെ രേഖപ്പെടുത്തുക. സീറ എന്നാണ് പറയുക.
അവരുടെ ജീവചരിത്രം എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥം. റാവിമാരുടെ സീറകൾ തന്നെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ടാവും, കിതാബുകളുണ്ടാവും. അതൊക്കെ ഈ ഹദീസിന്റെ പിന്നിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരാളില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി ജീവിച്ചയാളാണ്. നല്ല വിവരമുള്ള ആള് ലോകത്ത്. ഷേക്സ്പിയർ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പല പരിശ്രമങ്ങളും പല കിതാബുകളും ഒക്കെ എഴുതി എന്ന് പറഞ്ഞ വലിയ ആനക്കാരിയല്ല. കാരണം അയാൾ വലിയ PhD ഒക്കെ എടുത്ത വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണോ? മഴ പെയ്തപ്പം സ്കൂളിന്റെ വരാന്തേ പോലും കയറി നിൽക്കാത്ത, നിന്റെ വലത് കരം കൊണ്ട് നീ ഒരു അക്ഷരം പോലും എഴുതിയിട്ടില്ലല്ലോ പ്രവാചകരെ. അതല്ലേ നമ്മുടെ മുത്തുനബി. അദ്ദേഹമാണ് ഇത്രയും വലിയ കിതാബുണ്ടോന്നു, ഇത്രയും വലിയ ഹദീസുകളൊക്കെ ലോകത്തോട് പറഞ്ഞതും ഇത്രയും വലിയ മാറ്റങ്ങളൊക്കെ ലോകത്തുണ്ടാക്കിയതും അള്ളാഹുവിന്റെ റസൂലല്ലേ. അതല്ലേ വലിയ അത്ഭുതം. മാത്രല്ല അദ്ദേഹം ആരായിരുന്നു? നയാ പൈസന്റെ വകുപ്പില്ലായിരുന്നു അദ്ദേഹത്തിന്. കൊറേല് കഷ്ടപ്പാടായതുകൊണ്ട് അദ്ദേഹം എവിടെ ജീവിച്ചത്? അബൂ താലിബിന്റെ വീട്ടിലാണ് ജീവിച്ചത്. അബൂ താലിബ് ദത്തെടുത്തതാ. അബൂ താലിബിന്റെ കൊറേന്റെ അവസ്ഥ എന്താണെന്നറിയോ? 10-12 മക്കളുണ്ട്. അക്കൂട്ടത്തിൽ ഒരു കുട്ടിയായിട്ടാ വളരുന്നത്. വലിയ കഷ്ടപ്പാടായിരുന്നു അദ്ദേഹത്തിന്. ഒന്ന് പ്രായം വിട്ടപ്പോ, ഒന്ന് അശുദ്ധ പ്രായപൂർത്തിയായപ്പോ ആരാന്റെ ആടുകളെ മേക്കാൻ പോവുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. മുതലാളി 100-200 ആടിനെ കൊടുക്കും, അതൊക്കെ എണ്ണി വാങ്ങും. എന്നിട്ട് മണലാറിനത്തിൽ വെയിലും കൊണ്ട് അതിനെ മേച്ചുകൊണ്ട് നടക്കും. വൈകുന്നേരം ആ ആടുകൾക്ക് കൃത്യം 200 എണ്ണത്തിന് എണ്ണിയാളെ തിട്ടപ്പെടുത്തി ബോധ്യപ്പെടുത്തിയാൽ അതിന്റെ വയറ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് 500 റുപ്യ കൂലി കൊടുക്കും. ഇതാണ് അഷ്റഫുൽ ഖൽഖ്. സ്വന്തം ജീവിതത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തൊരു ഇടയനായി വളർന്നിട്ടുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ. അദ്ദേഹമാണ് ലോകത്ത് വലിയ മാറ്റം ഉണ്ടാക്കിയത്. സാധാരണ മാറ്റം ഉണ്ടാക്കിയ ആളുകൾ കുടുംബത്തിൽ വലിയ തറവാട്ടിലൊക്കെ പറഞ്ഞ ആളുകളായിരിക്കും. നബി തറവാട്ടിൽ തന്നെ പറഞ്ഞ ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് വളർത്താൻ വാപ്പ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് വളർത്താൻ ഉമ്മയുണ്ടായിരുന്നില്ല. യതീം എന്ന് പറയുന്നത് പൂർണ്ണമായി അന്വർത്ഥമാക്കിയിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ റസൂൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ വളരെ സാംസ്കാരിക ഔന്നത്യങ്ങളിൽ വലിയ വിദ്യാഭ്യാസമുള്ള ആളായിക്കൊണ്ട് നല്ലൊരു അമൂൽ സന്താനമായി എല്ലാ നന്മകളും നൽകിക്കൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് വളർത്താൻ നമ്മുടെ റസൂലിന് ആരുണ്ടായിരുന്നില്ല. അനാഥനായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വളർന്നു വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഖദീജ ബീവിയുടെ കച്ചവടം ഏറ്റെടുക്കുകയാണ്. കൂലിക്കാണത്. ഖദീജ ബീവി എന്നിട്ട് ശമ്പളം കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്. പിന്നീടെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകന് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അന്ന് കൂലിക്കാരനായിട്ടാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്നത് എന്നത് നമുക്കറിയാം. ഇന്ത്യയിലൊക്കെ ജനിച്ചതാണ് വലിയ കാര്യം തന്നെയാണ്. കാരണം സിന്ധു നദീ തട സംസ്കാരം, മായൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഇങ്ങനെ പല സംസ്കാരങ്ങളും ലോകത്തുണ്ട്. അങ്ങനെ സാംസ്കാരിക മേഖലകളിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചതെങ്കിൽ വലിയ കാര്യമായിരുന്നില്ല. നദീതടങ്ങളിൽ അവിടെ ഒന്നുമല്ല, നദിയൊന്നുമില്ലാത്ത ഒരു കാപ്പിരികളായ കാട്ടറബികൾ, അതും മണലാരണ്യത്തിൽ, അതും ഇടയന്മാർ, വിദ്യാഭ്യാസം ഇല്ലാത്തവർ, യുദ്ധം ചെയ്യുന്നവർ, അപരിഷ്കൃതർ, അവർക്കിടയിലാണ് ഒരാൾ വളർന്നത്. അവിടെ നിന്നാണ് ഒരു സംസ്കാരം രൂപപ്പെടുന്നത്. അത് ലോകത്ത് മഹാ അത്ഭുതമല്ലേ? അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏതായിരുന്നാലും അത്ഭുതം കാണിക്കുന്നവനായിരുന്നില്ല നബി. വലിയൊരു അത്ഭുതം കാണിച്ചല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്ത് വിപ്ലവവും മാറ്റവും ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറയുന്നത്. നോക്കൂ, തുടക്കം وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا. وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا. وقالوا لن نؤمن لك حتى تفجر لنا
من الأرض ينبوعا. ഒന്നും ഇങ്ങോട്ട് നോക്കിയല്ലതും. وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا. ഒന്ന് കാണാതെ വെച്ച കൂലിയാണ്, ഭയങ്കര സ്ഥാനാണ് സ്വർഗത്തിൽ. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി ചൊല്ലി. وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا. ഇങ്ങോട്ട് നോക്കി ചെല്ലുന്നില്ലേ? ഒന്നുകൂടി. وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا. ചൊല്ലിക്കട്ടെ, ആർക്കുണ്ടെങ്കിലും പഠിച്ചു. وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا. പറയേ, പഠിച്ചില്ലേ? ഇത്രേ പണിയുള്ളൂ. അള്ളാന്റെ ഖുർആൻ ഇത്രയും എളുപ്പല്ലേ? അവര് പറഞ്ഞു, അബൂജഹലും കൂട്ടരും മുശ്രിക്കീങ്ങൾ, ലൻ നുഅ്മിന ലക. ഞാൻ പറയുകയും ചെയ്യില്ല, ഒരിക്കലും ഇല്ല. ലൻ ഈമാൻ, ലൻ നുഅ്മിന ലക, വിശ്വസിക്കൂലോ എന്നെ മുഹമ്മദ് നബിയോട്. എന്നെ ഞങ്ങൾ വിശ്വസിക്കൂല, നീ നബിയാന്ന് ഞങ്ങൾ അംഗീകരിക്കൂല. ഹത്താ തഫ്ജുറ, ഫജറ, പൊട്ടിയൊഴുകണം, പൊട്ടിയൊഴുകട്ടെ. ഫജറുൻ, പൊട്ടിപ്പിളർന്നു പ്രഭാതം. ഫജറ, മുണ്ടക്കൈയിൽ പൊട്ടിയൊലിച്ചു. എന്ത്? യംബൂർ, ഒരു ഉറവ, ഒരു അരുവി. യംബൂഉൽ മനഹു, അരുവി. അപ്പൊ നീ എന്ത് ചെയ്യണം? നമ്മളേതെങ്കിലും വഹദ് മലിന്റെ മോളിനോ അല്ലെ സഫാ കുന്നോ ഒരു ഉറവ പൊട്ടി ഒലിക്കട്ടെ. അങ്ങനെ പുതിയ ഒരു നദിയും പുഴയും ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുളിക്കുകയും എന്ത് രസമായിരിക്കും, പ്രത്യേകിച്ചും സൗദി അറേബ്യയില്. അങ്ങനെ ഒരു അരുവി പുതിയതിന് ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? സിയം വലിയുള്ളാഹി ഒതുവെടുത്തിരുന്ന ഉറവയായിരുന്നു ഇത് എന്ന് പറഞ്ഞില്ലേ നിങ്ങള്? അതേപോലെ നമുക്കൊക്കെ പറയാലോ, മുഹമ്മദ് നബിയെ നിങ്ങൾ ഉണ്ടാക്കി തന്ന ഉറവയാണിത്. അങ്ങനെ ഒരു ഉറവങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അന്ന് തന്നെ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കും. ഇല്ല എങ്കിൽ ഒരിക്കലും ഞങ്ങൾ നോക്കണ്ട, ഞങ്ങളിട്ട് വിശ്വസിക്കുകയില്ല. അപ്പോൾ അത് ഉണ്ടാക്കാനാണ് അവരാവശ്യപ്പെടുന്നത്. പക്ഷെ നമ്മളെ നാട്ടിലെ ആളുകൾ പറയുന്ന അത്ഭുതം അതല്ല, സാവാ തടാകം വറ്റിക്കുകയാണ് ചെയ്തത്. നബി ജനിച്ചന്ന് സൗദി അറേബ്യയിലെ ഒരു തടാകം വറ്റിക്കുന്നത് ശരിയാണോ? അവിടെ എങ്ങനെ ഒരു ഉറവയോ ഒരു കിണറോ ഒരു തടാകമോ ഒക്കെ ഉണ്ടാകേണ്ടെന്ന വലിയ കാര്യമല്ലേ? കാരുണ്യത്തിന്റെ പ്രവാചകൻ വന്ന് ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ? സാവാ തടാകം വറ്റിച്ചു അല്ലേ? അങ്ങനെ അത്ഭുതം ഉണ്ടാക്കണം എന്നാ. അത്ഭുതം ഉണ്ടായാലേ വലിയ നബിയാവൂന്ന. നബിമാരൊക്കെ ഒരുപാട് അത്ഭുതം കാണിച്ചിട്ടുണ്ട് എന്നാ. അതുകൊണ്ട് മുഹമ്മദേ നീയും അത്ഭുതം കാണിക്കണം. ഒന്നാമത്തെ അത്ഭുതം എന്തായിരിക്കണം? യംബൂർ. എന്താ അർത്ഥം? അരുവി. ഇതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തേതോ? ഔ തകൂന ലക ജന്ന ഔ തകൂന ലക ജന്നതും മിൻ നഖീൽ ഔ തകൂന ലക ജന്നതും മിൻ നഖീലിൻ വഇനബ്. ഒന്നുകൂടി. ഔ തകൂന ലക ജന്നതും മിൻ നഖീലിൻ വഇനബ്. ഒന്ന് ഇങ്ങോട്ടേക്ക് ചൊല്ലി നോക്കി. ഔ തകൂന ലക ജന്നതും മിൻ നഖീലിൻ വഇനബ്. അത് ചൊല്ലാൻ കഴിയല്ലോ. ഇങ്ങോട്ട് നോക്കി. ഔ തകൂന ലക ജന്നതും മിൻ നഖീലിൻ വഇനബ്. ഔ തകൂന ലക ജന്നതും മിൻ നഖീലിൻ വഇനബ് فتفجر الأنهار خلالها تفجيرا فتفجر الأنهار خلالها تفجيرا فتفجر الأنهار خلالها تفجيرا
فتفجر الأنهار خلالها تفجيرا فتفجر الأنهار خلالها تفجيرا തുരുമ്പെടുത്ത ബുദ്ധിയൊക്കെ ഒന്ന് ഉണരട്ടെ. فتفجر الأنهار خلالها تفجيرا فتفجر الأنهار خلالها تفجيرا أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا وتشاصتل أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا أو تكون لك جنة من نخيل وأعناب فتفجر الأنهار خلالها تفجيرا أو അല്ലെങ്കിൽ തകൂന ഉണ്ടാട്ടെന്ന് കാന ലക്ക ഉണ്ടാക്ക് നീ ഉണ്ടാക്ക് ലക്ക നിനക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ട നിനക്ക് എന്ത് ജന്ന ഒരു തോട്ടുണ്ടാക്ക് നബി മുഹമ്മദെ ഔ തകൂന ലക ജന്ന നിനക്കൊരു തോട്ടം ഉണ്ടാവട്ടെ. എന്ത് തോട്ടം? മിൻ നഖീൽ പറയൂ. ഈത്തപ്പനത്തോട്ടം. ഈത്തപ്പനത്തോട്ടം. വ ഇനബിൻ മുന്തിരിയുടെ തോട്ടം നിനക്ക് ഉണ്ടാവണം. ഞങ്ങൾക്ക് വേണ്ട. ഇനിയിപ്പോ ആരാന്റെ തോട്ടം നനക്കാൻ പോവല്ലേ? ഇനിയിപ്പോ ആരാന്റെ ആട്ടല വെക്കാൻ പോവല്ലേ? ഇനിയിപ്പോ ആരാന്റെ വീട്ടിൽ കച്ചവടത്തിന് പോവുകയല്ലേ? ഇന്ന് കൂലിക്ക് ഇറക്കല്ലേ? അത് പറ്റൂല. ഇനി അള്ളാന്റെ അടുത്ത ആളല്ലേ? അള്ളാൻ എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? അതുകൊണ്ട് നിനക്കൊരു തോട്ടം ഉണ്ടാകട്ടെ മോനെ. അതിനുണ്ടാക്കും ഈത്തപ്പനയും മുന്തിരിയും. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ ഇടയ്ക്കിടയ്ക്ക് കയറി ഒന്ന് ഇരിക്കുകയും തണുപ്പ് കൊള്ളുകയൊക്കെ ചെയ്യാലോ. എന്നാലും എന്റെ കഷ്ടപ്പാട് ഞങ്ങൾ കാണണ്ടല്ലോ. ഇനി നബിയാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ ഇങ്ങനെയൊരു തോട്ടം നിനക്കുണ്ടാവട്ടെ. മാത്രം പോരാ, ഫതുഫജ്ജിറ നീ അതിലൂടെ നേരത്തെ പറഞ്ഞു തന്നെ പുഴയോട് അവർക്ക് എന്തുമാത്രം ആഭിമുഖ്യമുണ്ട് എന്ന് അറിയാൻ അതിൽ നിന്ന് പൊട്ടിയൊഴുകട്ടെ. പൊട്ടിയൊഴുക്ക് അൽ അൻഹാറ പുഴകളെ, തോടുകളെ. അതാ നമുക്കറിയാലോ, നമ്മളിങ്ങനെ വലിയ തോട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാലി കയറി കൊടുക്കൂല വെള്ളം ഇങ്ങനെ ഒഴുകാൻ വേണ്ടി. അതേപോലെ ഇങ്ങനെ ചാലുകളൊക്കെ ഉണ്ടാവട്ടെ, കനാലുകൾ ഉണ്ടാവട്ടെ, തോടുകൾ ഉണ്ടാവട്ടെ. ഖിലാലഹ ആ തോട്ടങ്ങൾക്കിടയിലൂടെ തഫ്ജീറൻ നല്ല ഒരു ഒഴുക്ക്. കെട്ടിക്കരുത്, ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. രസമായിരിക്കണം കാണാൻ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അതിലിറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനത്തെ നല്ല അരുവികളുള്ള നല്ല തോട്ടങ്ങൾ, തോടുകളുള്ള നല്ല തോട്ടങ്ങൾ നിനക്കുണ്ടായാൽ നീ അത്ഭുത മനുഷ്യനാണ് എന്ന് ഞങ്ങൾ അറിയും. നീ പ്രവാചകനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. എൻ്റെ പിന്നിൽ ഞങ്ങൾ ആ കൊടിയുടെ പിന്നിൽ ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടിയുറച്ച് നിൽക്കും. നിനക്ക് വേണ്ട എല്ലാ സഹായവും പിന്തുണയും ഞങ്ങൾ നൽകും. അല്ലെങ്കിൽ ലന്നുമിനലക്ക ഒരിക്കലും തന്നെ ഞങ്ങൾ വിശ്വസിക്കൂല. അടുത്തത് തല തിരിഞ്ഞിട്ടുള്ള വർത്താന. ഔ തുസ്ഖിത മിനസ് സമാഇ ഔ തുസ്ഖിത സമാഅ കമാ സഅംത ഔ തുസ്ഖിത സമാഅ കമാ സഅംത ഔ തുസ്ഖിത സമാഅ കമാ സഅംത അലൈനാ കിസഫാ ഔ തുസ്ഖിത സമാഅ അലൈനാ ഔ തുസ്ഖിത സമാഅ കമാ സഅംത അലൈനാ കിസഫാ ഔ തുസ്ഖിത സമാഅ കമാ സഅംത അലൈനാ കിസഫാ ഔ തുസ്ഖിത സമാഅ കമാ സഅംത അലൈനാ കിസഫാ
ഒന്നുകൂടി. ഔ തുസ്കിത സമാ കമാ സഅംത അലൈനാ കിസഫാ. ഒന്നുകൂടി. ഔ തുസ്കിത സമാ കമാ സഅംത അലൈനാ കിസഫാ. ചെല്ലു കേക്കട്ടെ. ഔ തുസ്കിത സമാ കമാ സഅംത അലൈനാ കിസഫാ. ഔ തഅതിയ ബില്ലാഹി വൽ മലായികതി ഖബീലാ. 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 അപ്പൊ എന്ത് ചെയ്യണം? ഔ തുസ്കിത, നീ വീഴ്ത്തണം. സഖത വീണു, അസ്കത വീഴ്ത്തി. ഔ തുസ്കിത പറയൂ, നീ വീഴ്ത്തണം. അസ്കത, സഖത വീണു, അസ്കത വീഴ്ത്തി. പരാജയപ്പെട്ടു എന്നും അർത്ഥമുണ്ട് ആ വാക്കിന്. നീ വീഴ്ത്തണം. എന്തിനെ? പറയൂ, നോക്കിയിട്ട് പറയൂ. അസമാ, ആകാശത്തെ വീഴ്ത്തണം. അലൈ കമാ സഅംത, സഅമ വാദിച്ചു, വാദിച്ചു. സഅമ സഈം എന്ന് പറഞ്ഞാലോ നേതാവ്. അതെന്താ കാര്യം? CH മുഹമ്മദ് കോയ സാഹിബ് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി അതിശക്തമായി വാദിച്ചു. അപ്പൊ അദ്ദേഹം ആരായി മാറി? സഈം, മുസ്ലിങ്ങളുടെ നേതാവായി മാറി. ശരിയില്ലേ? സഅമ അർത്ഥം പറയ്. നിങ്ങൾ ഇവിടുന്ന് പോയോ അല്ല ഇവിടെ ഇരിക്കണ്ടോ? വാദിച്ചു. നീ വാദിക്കുന്നത് പോലെ, വാദിച്ചതുപോലെ. സഅംത, നീ വാദിച്ചതുപോലെ എന്ത് ചെയ്യണം? പറയും. ആകാശത്തെ വീഴ്ത്തണം. അലൈന, ഞങ്ങളുടെ മേൽ. കിസഫൻ, കഷ്ണം കഷ്ണമായിട്ട് വീഴ്ത്തണം. കഷ്ണം കഷ്ണമായി ഞങ്ങളുടെ തലമണ്ടയിൽ നീ ആകാശത്തെ വീഴ്ത്ത്. നീ വാദിക്കുന്നത്, വാദിച്ചതുപോലെ. എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞിരുന്നു നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ നൂഹ് നബിയുടെ കാലത്ത് വന്നതുപോലെ പ്രളയം വരും, ആദ്യ സമൂഹത്തിന് വന്നതുപോലെ കാറ്റ് വരും, സമൂത് ഗോത്രത്തിന് വന്നതുപോലെ ഭൂമുഴക്കം വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കുറെ കാലമായി ഞങ്ങളെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അത് വരും, ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാ മോനെ ഇപ്പൊ പറ്റിയ സമയ. നീ ആകാശത്തെന്ത് ചെയ്യ്? കഷ്ണം കഷ്ണമായി ഞങ്ങളുടെ തലമണ്ടയിൽ വീഴ്ത്തും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? പറയും, വിശ്വസിക്കും. അതിനോട് വിശ്വസിക്കാൻ അവിടെ ഉണ്ടാകുമോ? അത് വേറെ ഒരു ചോദ്യമാണ്. പക്ഷെ നബിയെ നിഷേധിക്കുവാൻ വേണ്ടി, കാരണം നബിക്ക് ചെയ്യൂലല്ലോ. അപ്പോ കണ്ടില്ലേ, നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇതിൽ ഏതെങ്കിലും ഒന്ന് ബാക്കി പറയും ഈ ചങ്ങായിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നബിയല്ല, നബിയല്ല. എല്ലാവരും കേട്ടില്ലേ? നബിയല്ല. എന്താ കാര്യം? ഈ ചെറിയ കാര്യം വരെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒന്ന് ചങ്ങായും കൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഏതാ ലോകം? മനസ്സിലായില്ലേ? ആകാശത്തും കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനത്തെ കൈ കാണിച്ച് നിർത്തി അവിടെ ഇറക്കി. ഉസ്താദിന് ആടെ ഇറങ്ങേണ്ടിയിരുന്നു. അപ്പൊ അവിടെ തന്നെ ഇറങ്ങി. മനസ്സിലായില്ലേ? ഏതാ ലോകം? ഈ വണ്ടി ഇങ്ങനെ പോകുന്ന മൂപ്പർ സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് മൂപ്പർ എന്ത് ചെയ്ത് നിർത്തിച്ച വണ്ടി അവിടെ നിറങ്ങേണ്ടി വന്ന വണ്ടി. അതാ അല്ലേന്ന് ഇറങ്ങാൻ അല്ലേ പോകാൻ കഴിയും. അപ്പൊ മൂപ്പർക്ക് ഇറങ്ങേണ്ട സ്ഥലത്തെത്തിയ അപ്പൊ ഷെയ്ഖല്ലേ, അപ്പൊ വണ്ടി നിർത്തും, അല്ലെ നിർങ്ങും. അതല്ലേ കാര്യം. പരീക്ഷ എഴുതാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പകരം, കുട്ടിക്ക് പകരം ഷെയ്ഖ് അവർകൾ തന്നെ എവിടെ പോയി? പരീക്ഷ ഹാളിൽ പോയി പരീക്ഷ എഴുതി കൊടുത്ത്. ശനിയാഴ്ചൻ്റെ അന്ന് SLC പരീക്ഷ ഒരിക്കലും ശനിയാഴ്ച നടത്തിയില്ല. പക്ഷെ ഈ ഷെയ്ഖിന്റെ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ശനിയാഴ്ച പരീക്ഷ നടത്തി. മൂപ്പർക്ക് A+ എത്തി. ചെറിയ മോനാണോ പരീക്ഷ കിട്ടു പോയിട്ടുമില്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഷെയ്ഖിനൊന്ന് വിളിച്ചതാ. അപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഹാസിലായി ലഭിച്ചിരിക്കുകയാ. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഭയങ്കരമായ വേദന പറഞ്ഞതാ. അപ്പൊ തന്നെ നോക്കുന്നേരൊക്കെ മാറിയെന്ന്. അതിൻ്റെ ഉള്ളിൽ ക്യാൻസറിന്റെ സെല്ലുകൾ വലിയ മുഴ ഉണ്ടായിരുന്നു പോലെ. അങ്ങനെയാ ഷെയ്ഖിന്റെ അടുത്ത് പോയത്. ഷെയ്ഖ് അത് ഓപ്പറേഷൻ നടത്തി.
നോക്കുന്നതിന് പിന്നെ മുറി പോലുമില്ല. പണ്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയാൽ പിന്നെ മുറിവിന്റെ അടയാളെങ്കിലും ഷെയ്ഖിന്റെ അടുത്ത് പോയത് കൊണ്ട് മുറിന്റെ അടയാളം പോലുമില്ല. ഇപ്പം നമ്മളിങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുന്നേരം മഴയില്ല. എത്രയാ ഡയാലിസിസ്? 3 എണ്ണം ദിവസം 3 എണ്ണം ചെയ്യാൻ കഴിയൂലാണല്ലോ, ഉറപ്പല്ലേ? എന്നാലും ഡോക്ടർമാർ വരെ ലോകത്തിന് മുമ്പിൽ വിളിച്ചെറിയാണ് ഒരു ദിവസം 3 ഡയാലിസിസ്. 4 മണിക്കൂർ എടുത്തിട്ടാണ് ഒന്ന് നടക്കണമെങ്കിൽ പിന്നെ ഒരു 8 മണിക്കൂർ വിശ്രമിക്കണം. എന്നാലേ ഓന് പിന്നെ ഒന്ന് സന്തോഷമാവും, ശരീരം ഒന്ന് ശരിയാവും. അപ്പോഴാ പറയുന്നത് ഒരു ദിവസം 3 എണ്ണം. അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നെ. അപ്പൊ 3 എണ്ണം നടത്തുന്നയാളാകുന്നു പറഞ്ഞു. 1 നടത്തണ്ട, 2 നടത്തണ്ട, 3 നടത്തണ്ട. ശൈഖുന പറഞ്ഞിരിക്കുന്നു. അതോടുകൂടി പ്രശ്നം തീർന്നു. അല്ലേ? അള്ളാന്റെ റസൂലത് നിങ്ങൾ കേൾക്കുന്നുണ്ടാ? അള്ളാന്റെ റസൂലിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലായിക്കോളെ. പറയൂ, കഷ്ണം കഷ്ണമായി ഞങ്ങളെ തലയിലിട്ട് ഇന്ന് ഞങ്ങളെ കൊല്ലാൻ ഒന്ന് ശ്രമിക്കും, ഒരു ശിക്ഷ വരട്ടെ. ഇനി കുറെ കാലമായി ഞങ്ങളെ പീഡിപ്പിക്കുന്ന. പിന്നെ നീ കൊണ്ടുവാ ബില്ല അള്ളനെ, വൽ മലായിക മലക്കളെയും കൊണ്ടുവാ, ഖബീലൻ ഖിബലൻ അല്ലേ? ഖബീലത്തല്ലേ അത്? ഖിബലൻ അയച്ചെല്ലാം ഇഷ്ടമായിട്ടോ. ഞാനത് ശ്രദ്ധിക്കാത്തൊരു വാക്കാണ് ഖിബല. നേരെ മുമ്പിൽ ഖിബലൻ. പക്ഷെ കബീല നബി ഏത് കബീലല്ലേ ജനിച്ച്? ഗോത്രമായി കൂട്ടമായി കൊണ്ടുപോവാ, ഒന്നിച്ചു കൊണ്ടുപോവാ. ഇങ്ങനെ നല്ല രാത്രി ഞാൻ അവിടെ പോയിരുന്നു ഹിറാ ഗുഹയിൽ. അപ്പൊ ജിബിരിയിൽ വന്നിരുന്നു. അപ്പൊ അലക്കിന്റെ 4-5 ആയത്തുകൾ ഓതി തന്നിരുന്നു. നടക്കൂല മോനെ, നടക്കൂല. കൊണ്ടുപോയാ ഞങ്ങളെ മുമ്പിൽ ജിബിരിയിലിനെ. ഇനി അങ്ങനെ വടായി അറിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂല. അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്, അത് പറ്റൂല. അള്ളയും മലക്കുകളും ഞങ്ങളുടെ മുമ്പിൽ ജമാഅത്തായിട്ട് വരട്ടെ, ഞങ്ങൾ ഇങ്ങനെ കാണട്ടെ, അപ്പൊ തന്നെ ഞങ്ങൾ വിശ്വസിക്കും. പിന്നെ ഒരു നിമിഷം ഞങ്ങൾ കാത്തിരിക്കൂല. ഇതാണ് അവർ പറഞ്ഞത്. ഒരായത്തും കൂടി ഉണ്ട്, ശ്രദ്ധിച്ചോളൂ. 1 അല്ല 2 എണ്ണം ഉണ്ട് അല്ലേ? 1 ഉള്ളൂ അല്ലേ? അല്പം വലുതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പറയൂ, അപ്പൊ നിങ്ങൾ നോക്കുന്നുണ്ടല്ലേ? നന്നായി. അത് നിങ്ങൾ അറിയൂ, മലയാളത്തിലാ. പറയൂ, പറയൂ, നിനക്കൊരു വീടുണ്ടാവട്ടെ. ഇപ്പൊ ഈ ചാളയിലാ കൂടുന്നത്, വെറുവരയില് ഈത്തപ്പന്റെ ഓലയൊക്കെ വെച്ചിട്ട് ഓലയൊക്കെ മറിച്ചിട്ട് ഇങ്ങനെ കൂടുക. അയ്യ, അതിലൊക്കെ ആരോ കൂടുതലുണ്ടോ? എന്നെ അല്ല, നീ നല്ല നബിയല്ലേ, അള്ളാന്റെ അടുത്ത ആളല്ലേ? എനിക്ക് നല്ലൊരു കൊട്ടാരം ഉണ്ടാവട്ടെ. മിൻ സുഖ്റുഫ്, പളങ്കുകൊണ്ട് ചില്ലു കൊട്ടാരം, ഗ്ലാസിന്റെ കൊട്ടാരം ഉണ്ടാവട്ടെ. അതല്ലേ ഏറ്റവും നല്ല കൊട്ടാരം. ഔ യകൂന ലക ബൈതും മിൻ സുഖ്റുഫ്. ചെല്ലിയോക്കി. ഔ യകൂന ലക ബൈതും മിൻ സുഖ്റുഫ്. അർത്ഥം, നിനക്കൊരു പളങ്കിന്റെ കൊട്ടാരം ഉണ്ടാവട്ടെ. ഔ തർഖാ ഫിസ്സമാ, ഔ തർഖാ ഫിസ്സമാ. അതാണ് ആകാശത്തേക്ക് കയറിപ്പോ നീ. തർഖാ, നീ കയറിപ്പോ. ഫിസ്സമാ, നീ ആകാശത്തേക്ക് കയറിപ്പോ. ഔ തർഖാ ഫിസ്സമാ ഔ യകൂന ലക ബൈതും മിൻ സുഖ്റുഫിൻ ഔ തർഖാ ഫിസ്സമാ. കേട്ടില്ലേ? ഔ യകൂന ലക ബൈതും മിൻ സുഖ്റുഫിൻ ഔ തർഖാ ഫിസ്സമാ. നീ ആകാശത്തേക്ക് ഇങ്ങനെ കയറി പോണം, ഞങ്ങൾ ഇങ്ങനെ കാണുകയും ചെയ്യണം. എന്നിട്ടോ, വലൻ നുഅ്മിന ലിറുഖീക, വലൻ നുഅ്മിന ലിറുഖീക. ഒന്നുകൂടി, വലൻ നുഅ്മിന ലക വമൻ വലൻ നുഅ്മിന ലിറുഖീക. ഒന്നുകൂടി, വലൻ നുഅ്മിന ലിറുഖീക. വലൻ നുഅ്മിന നേരത്തെ പറഞ്ഞു, അത് വിശ്വസിക്കൂല ഞങ്ങൾ ഒരിക്കലും. ലിറുഖീക, നീ കയറിപ്പോയി എന്നുള്ളത് കൊണ്ടൊന്നും ഞങ്ങൾ വിശ്വസിക്കൂല.
ഇനി ഞങ്ങളെ കാലെ തന്നെ കേറുന്നുണ്ട്. ഇനി ഞങ്ങളെ കാലെ തന്നെ കേറിയാലും ഞങ്ങൾ വിശ്വസിക്കൂല. കേറിയാൽ മാത്രം പോരാ, പിന്നെയോ ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ. ഈ കേറി പോവുകയും വേണം, ഹത്താ തുനസ്സില നീ ഇറക്കി കൊണ്ടുവരികയും വേണം, അലൈന ഞങ്ങൾക്ക്, കിതാബൻ ഒരു പുസ്തകം, ഒരു കിതാബ്, നഖറഉഹു ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓദ്യം ചെയ്യണത്, അങ്ങനെ ഓതാൻ പറ്റൊരു കിതാബ്. അപ്പൊ ഇപ്പൊ തന്നതോ അത് ഇനി 5 എണ്ണം അവിടെ നിട്ടി, 2 എണ്ണം ഇവിടെ നിട്ടി, 1 ഹുദൈബിയയിൽ ഇറങ്ങി, 4 എണ്ണം മദീനയിൽ ഇറങ്ങി. അതൊന്നും ശരിയാവില്ല. A to Z മൂസാ നബിക്ക് കിട്ടിയ പോലെ, ഈസാ നബിക്ക് കിട്ടിയ പോലെ, ദാവൂദ് നബിക്ക് കിട്ടിയ പോലെ പറയും ഒന്നിച്ചു കിതാബ് കൊണ്ടിട്ടണം. ആടുന്നു ഇവിടുന്നും കിട്ടി, അതാണ് ഇതാണെന്നും പറഞ്ഞാൽ സംഗതി ശരിയാവൂല. അങ്ങനെ ഈ കിതാബും കൊണ്ടുവരികയാണെങ്കിൽ ആകാശത്തേക്ക് കയറി പോവുക, എന്നിട്ട് കിതാബുമായിട്ട് ഇറങ്ങി വരിക, ഞങ്ങൾക്ക് ഒരു കിതാബ് തരിക, ഞങ്ങൾ അതുമായിട്ട് ഇങ്ങനെ ഓതിയെടുക്കുക, ഉറപ്പ് ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ എന്തൊക്കെ അപ്പൊ പറയും തുടക്കം മുതൽ പറയും അറിവുണ്ടാവട്ടെ, പിന്നെ പച്ചത്തിൽ തോട്ടം ഉണ്ടാവട്ടെ. എന്തിന്റെ തോട്ടം? ഇതവന്റെ മുന്തിരിയ തോട്ടം ഉണ്ടാവട്ടെ. പിന്നെ തോട്ടത്തിൽ അരുവികൾ ഒഴുകുകയും ചെയ്യട്ടെ. പിന്നെ വീടുണ്ടാവട്ടെ, അടുത്ത് വീടുണ്ടാവട്ടെ. എങ്ങനത്തെ വീട്? പളുങ്കിന്റെ വീടുണ്ടാവട്ടെ. പിന്നെ മലക്കുകളെയും അള്ളനെയും നീ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോവാ. പിന്നെ ആകാശത്തേക്ക് നീ കേറിപ്പോയിട്ട് ഒരു കിതാബുമായിട്ട് ഇറങ്ങി വരണം, ഞങ്ങൾക്ക് ഓതാൻ പറ്റിയ ഒരു കിതാബുമായിട്ട് ഇറങ്ങി വരണം. അങ്ങനെ വന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് നീ കാണിക്കും. നബിയെ ഒന്ന് മനസ്സിലെല്ലാവരും ഒന്ന് കാണാം, നമ്മളെ മുത്ത് നബിയെ. അങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് കാണിക്കും മുഹമ്മദേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവണം ചിലപ്പോൾ, പടച്ചോനെ ഏതെങ്കിലും ഒന്ന് കാണിച്ചു വെക്കും. ആ ചങ്ങായിമാരൊക്കെ വിശ്വസിക്കുന്നല്ലേ പറയുന്നത്, എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചുണ്ട്. യഹൂദികൾ ക്രിസ്ത്യാനികൾ വേറെ ചോദിച്ചിട്ടുണ്ടാവും. ഇതിപ്പോ ധാരാ ചോദിച്ച് മുശ്രിക്കീങ്ങൾ മക്കത്തെ മദീനത്ത് ചോദിച്ചിട്ടുണ്ടാവും നബിനോട്, ഞങ്ങളെ നബി മരിച്ചവരെ ജീവിപ്പിച്ചില്ലേ? ഇതിനില്ല യേശു ഈസാ നബി ഒന്നും ഞാൻ ചൊല്ലുക, ഒന്ന് മരിച്ചവരൊന്ന് ജീവിപ്പിക്കുന്നീ. ഇനി എല്ലാവരെക്കാളും വലിയ നബിയാണ്, ഖാത്തമുൽ അംബിയാണ്, അഷ്റഫുൽ ഖൽഖാന്നൊക്കെ ഇനി അറിയില്ലേ? കാണിച്ചോണ്ട് ഞങ്ങളെ നബി മണ്ണിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന് പക്ഷികളെ ഉണ്ടാക്കി അതിൽ ഊതി പക്ഷിയായി പറത്തിച്ചു വിട്ടു. കാണിച്ചോണ്ട് ഈസാ നബിന്റെ ആളുകൾ ക്രിസ്ത്യാനികള് ചോദിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങളെ പുരയിൽ എന്തൊക്കെയാ ഉള്ളത്, നിങ്ങൾ രാവിലെ എന്താ കഴിച്ചത്, നിങ്ങളെ വെട്ടിയിൽ എത്ര പൈസ ഉള്ളത് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഈസാ നബി അതൊക്കെ ഞങ്ങളെ നബി കാണിച്ച, ഇങ്ങെന്താ കാണിക്കുന്നത്? കാണിച്ചുണ്ട്. യഹൂദികൾ അറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങളെ നബി പടി പാമ്പാക്കിയിട്ടുണ്ട്, ഈ ഒരു ഈർക്കലെങ്കിലും ഞാനൂലാക്കിയിട്ടുണ്ടോ? കാണിച്ചുണ്ട്. ഒരു ഈർക്കലെടുത്തത് ഞാനൂലുണ്ടാക്കി, ഞങ്ങളൊന്ന് കാണട്ടെ. എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടാവും. നബിനെ ഒന്ന് മനസ്സിൽ കാണുമല്ലോ. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ പൊളയ അള്ളാന്റെ റസൂൽ. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ് ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവും പഠിച്ചോനെ ഒന്ന് കാണിച്ചു കൊടുത്താണ്, ആയിട്ടൊക്കെ വിശ്വസിക്കൂലേ? അവരിൽ ചില ആളുകളൊക്കെ ചിലപ്പോൾ വിശ്വസിക്കാൻ സാധ്യത ഒക്കെ ഉണ്ട്, ഇതൊക്കെ കണ്ടാലും കേട്ടാലും. ഇനിയാണ് ക്ലൈമാക്സ് ആയത്തിൻ്റെ. കരഞ്ഞുകൊണ്ടേ ഓടാൻ കഴിയും. റസൂലിനെ ഓർക്കുന്ന, റസൂലിനെ സ്നേഹിക്കുന്ന ഏതൊരു മുഅ്മിനും ആ ആയത്ത് കരഞ്ഞുകൊണ്ട് മാത്രമേ ഓടാൻ കഴിയൂ. ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ. കാണാതെ
ചൊല്ലാൻ പഠിച്ചാൽ എന്ത് പോയാൽ മതി ഇവിടുന്ന്. ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല. ചൊല്ലു. ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല. ചൊല്ലു. ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല. അർത്ഥം ഞാൻ പറയേണ്ടിയില്ല, നിങ്ങൾക്ക് അറിയാം. ഖുൽ നബി പറ. ശരിക്കും പറയേണ്ടി നിങ്ങൾ മോമേനോട് ഓരോ ചോദ്യം ചോദിക്കാൻ നിൽക്കണ്ട. ഓനെ ഞാൻ ഇറക്കി കൊടുക്കുകയില്ല. അതുകൊണ്ട് ഓൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ നിൽക്കണ്ട എന്നാണ് അള്ളാഹ് പറയേണ്ടി. അള്ളാഹ് അങ്ങനെ അറിഞ്ഞില്ല. അള്ളാഹ് അങ്ങനെ പറയേണ്ടി ഞാൻ പറയല്ല കേട്ടോ, നബി കൊണ്ട് പറയിപ്പിക്കുക. അപ്പൊ അല്ല നബി ഒന്നുകൂടി എന്താവുക, ചെറുതാവുക. ശരിക്കും അവരുടെ മുമ്പിൽ നമ്മളെ മുമ്പിൽ വലുതാവുകയാണ്. പച്ചയായ മനുഷ്യൻ ഇത്രയും വലിയ വിപ്ലവമുണ്ടാക്കി എന്നത് നമുക്ക് വലിയ വലിയ സ്ഥാനമാണ്. റസൂലിനെ പറ്റി നമുക്ക് വലിയ ചിന്തകൾ വരികയാണ്. പക്ഷെ അവരെടുത്ത് മുശ്രിക്കീങ്ങളെടുത്ത് അള്ളാഹുവിന്റെ റസൂൽ കൊച്ചാവുകയാണ്, ചെറുതാവുക. ഒന്നുകൂടി ചെറുതാക്കുകയാണ് അള്ളാഹു. ഖുൽ നബി പറ സുബ്ഹാന റബ്ബി. പറഞ്ഞോളി. എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാ, എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാ. എന്റെ റബ്ബല്ലേ അത്, ഞാനല്ലല്ലോ. നിങ്ങൾ പലതും എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ അല്ലല്ലോ. അല്ല ചെയ്യേണ്ട പണി ഞാനാണോ ചെയ്യേണ്ടിയേ? നിങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ പണിയെടുക്കാനാവുമോ? നിങ്ങൾ ചോദിക്കുന്ന അത്ഭുതങ്ങളൊക്കെ കാണിച്ചു തരാൻ ഞാനാരാ? നബി പറ, അങ്ങനല്ല പറ. എന്നെ കൊണ്ട് ആവൂല എന്ന് പറ, എന്നെ കൊണ്ട് ഒന്നും ആവൂല എന്ന് പറ. ഞാൻ പച്ച മനുഷ്യനാണ് എന്ന് പറ പ്രവാചകരെ. സുബ്ഹാന റബ്ബി, അള്ളയാണ് വലിയ എന്ന് പറ. ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല, മനുഷ്യനായ പച്ച മനുഷ്യനായ ഒരു പ്രവാചകൻ മാത്രമല്ല ഞാൻ. ഒന്നും പറയും, പച്ച മനുഷ്യനായ ഒരു പ്രവാചകൻ മാത്രമല്ലേ ഞാൻ. അതെ, നിങ്ങൾക്ക് നിത്യജീർന്ന പണിയല്ലേ എനിക്കുള്ളൂ. ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല. അല്ലല്ലേ വലിയ ആള്, ഞാൻ ഒരത്ഭുതവും കാണിക്കാൻ കഴിയാത്ത പച്ചയായ ഒരു മനുഷ്യൻ മാത്രമല്ലേ. ഇതാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുന്നത്. ഏതാ സൂറത്ത്? സൂറത്തുൽ ഇസ്രാ. എത്രാമത്തെ ആയത്ത്? 90 മുതൽ 94 വരെ. ഇപ്പൊ 94ാമത്തെ ആയത്താണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എഴുതി വെച്ചത്. ചിലതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. മുസ്താഷ് ചോദിക്കാൻ വിചാരിച്ചാതായിരിക്കും. കാണിച്ചിട്ടുണ്ട് ചിലതൊക്കെ അത്ഭുതങ്ങൾ. അത് നാട്ടുകാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ഒരിക്കൽ സഹാബികളൊക്കെ കൂടിയിരിക്കുക. 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും വിശപ്പില്ല. നബിയെ മനസ്സിലാക്കി. നബി ചോദിച്ചു, ആരെ പുറയിലാണോ എന്തെങ്കിലും ഉള്ളത് തിന്നാൻ? എന്തോ ദിവസമായില്ലേ വെള്ളമിറക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് തിന്നിട്ട് കടിച്ചിറച്ചിട്ട്. അങ്ങനെ കടിച്ചിറക്കൽ നമ്മളല്ലേ അല്ലേ? എന്തെങ്കിലും ഒന്ന് നൊട്ടി നുണഞ്ഞിട്ട് 4-5 ദിവസമായില്ലേ? ആരെ പുറയിലാണല്ലേ? ആ ചോദ്യം കേട്ടപ്പോൾ സഹാബികൾ മൊത്തം തല കുനിച്ചു. എന്തിനാ തലുഞ്ചേ? എന്നാ മിണ്ടാത്തെ? എന്തിനാ തലുഞ്ചേ? ആരെ വീട്ടിലുമില്ല. അത് കണ്ടപ്പം ബേക്കിൽ നിന്ന് ഒരു സഹാബി മെല്ലെ തല ഉയർത്തി. എന്നിട്ട് പറഞ്ഞു, നഴ്സറി പോകുന്ന കുട്ടിക്കും LP സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് 3-4 എണ്ണം എൻ്റെ പോലെ. ഐറ്റിക്ക് വെച്ച് കുറച്ച് ഈത്തപ്പയുണ്ട് നബിയെ. ഞാനും ടൂളും തിന്നില്ല. മക്കൾക്ക് വെച്ചാൽ ഓലെ പട്ടിണിയാക്കരുതല്ലോ, നമുക്ക് പിന്നെയും പട്ടിണി എടുക്കാമല്ലോ. ഓലെ കരച്ചിൽ കാണാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് ഓർക്ക് വെച്ച കുറച്ച് ഈത്തപ്പയുണ്ട് നബി. ആ മതിയടോ എടുത്തുണ്ടാ? ആ മതിയടോ എടുത്തുണ്ടാ? ഒരു വട്ടയിൽ എടുത്തുകൊണ്ട് കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ അതെല്ലാവർക്കും കൊടുത്തു. അവിടെ എല്ലാവർക്കും കൊടുത്തു. തിന്നോ? വീണ്ടും പറഞ്ഞു തിന്നോ? 4 ദിവസമില്ലേ തിന്നിട്ട്? തിന്നോ? ഓനൊരു 10-20 എണ്ണമൊക്കെ തിന്നിണ്ടാവും.
ആകെ ഇരുവേണ്ടുള്ളൂന്ന് ഒരു തന്നെ ഇരുവേണ്ട തിന്നിണ്ടാവും. എല്ലാവർക്കും കൊടുത്തു, അവിടെ കൂടികൾക്കൊക്കെ. എന്നിട്ട് എത്രയാണോ നബിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് അതാ ചെറിയവൻ്റെ കൊടുത്ത് കുട്ടിയെ കൊണ്ട് കൊടുക്കടോ. അത് അത്ഭുതമായി. ആ അത്ഭുതം ലോകത്തെ കാണിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പോരിശ പറയാൻ വേണ്ടിയായിരുന്നില്ല, പശിയുടെ കഥയായിരുന്നു. അല്ലേ? അങ്ങനല്ലേ നമ്മൾ പറയാ? അവരുടെ പശി അടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ അത്ഭുതം. നബി കാണിച്ചു എന്നല്ല, അള്ളാഹ് അനുഗ്രഹിച്ചപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായതാ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതൊരു അത്ഭുതം തന്നെയാണ്. ഒച്ചത്തിൽ ഒട്ടകത്തിൻ്റെ പാല് അല്ലേ? ആ യെസ്, ഇതാ കഥ. കഥയല്ല, ജീവിതം. ഇതാ മനസ്സിലാക്കണ്ടേ. ഇതള്ളൂ നബി ഇങ്ങനത്തെ കാണിച്ചുള്ളൂ. ആ പാല് കറന്നു, എല്ലാവരും ഇതേപോലെ തന്നെ പട്ടിണി എടുക്കുക. നബി അവസാനമായിട്ട് കയ്യിൻ്റെ വിരൽ വെച്ചു. അപ്പോൾ കൈകൾക്കിടയിലൂടെ കുറച്ച് പാലുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ഇതെല്ലാവരും കുടിച്ചു. അത്ര പാല് പിന്നെയും ബാക്കി അതിലുണ്ടായിരുന്നു. ഇപ്പതേ കൊണ്ട് കൊടുക്കുക. പ്രവാചകൻ പറഞ്ഞു, ഹന്തക്ക് കുഴിക്കുകയാണ്, പാറ പൊട്ടുന്നില്ല. നബി ഞങ്ങൾ കുഴങ്ങി, ഞങ്ങൾക്കുണ്ടാവില്ല പ്രവാചകരെ, പാറ പൊട്ടുന്നില്ല, കടങ്ങുണ്ടാവില്ലല്ലോ, ഓലെല്ലാം കൂടി നാളെ നമ്മളെ യുദ്ധം ചെയ്യൂലേ, എന്താക്കും പ്രവാചകരെ, ഇത് വലിയ പാറയാ. റസൂല് പള്ളിൻ്റെ മീറാവ് കുത്തിരിക്കുകയല്ല, ഓലപ്പരം പണിയെടുക്കുക നമ്മളെ മുത്ത് നബി. ഏടടോ കാണട്ടെ. അങ്ങോട്ട് ചെന്നു പ്രവാചകൻ. ആ കല്ലിനെ ഒന്ന് നോക്കി, എന്നിട്ട് ഹാമർ വാങ്ങി പ്രവാചകൻ. ആ കല്ലിന്റെ മുകളിൽ 3-4 വര വരച്ചു. ആദ്യൊരു അടിയടിച്ചു, പൊട്ടിയില്ല. ഞാൻ കിസ്രയുടെ കൊട്ടാരം കാണുന്നു, അത് നമ്മളുടെ കീഴിൽ വരും. ഈ മിന്നൽ പിണരുകളിൽ ഞാൻ കിസ്രന്റെ കൊട്ടാരം കാണുന്നു. പൊട്ടിയില്ല. പിന്നെ അടിച്ചു. അപ്പൊ പറഞ്ഞു കൈസറിന്റെ കൊട്ടാരം കാണും, ഈ വെളിച്ചത്തിൽ അത് നമ്മളെ കീഴിൽ വരും. പിന്നീട് കിസ്രയും കൈസറും ഒക്കെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കീഴിൽ വന്നപ്പോ അദ്ദേഹം പൊട്ടിക്കറിയാ. എന്തിനാ കറിഞ്ഞേ? ഉമർ എന്തിനാ കറിയുന്നേ? വെറുതെ കറിയണോ? ഇത് കാണാൻ സത്യത്തിൽ ഇത് കാണാൻ നമ്മുടെ റസൂൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതാ കരച്ചില്. അന്ന് നിക്കപ്പുറത്തില്ലാതെ കണ്ട കുഴിക്കുക. അന്നേരം റോമും പേർഷ്യയൊക്കെ നമ്മളെ കീഴിൽ വരും എന്ന് പറയുന്നത് ആരാത് വിശ്വസിക്കുക? പക്ഷെ വിശ്വസിച്ചു. ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ അതൊക്കെ വന്നു. അപ്പൊക്കറിയാ നബി ഇത് കണ്ടിരുന്നെങ്കിൽ ചിലപ്പോ നമ്മൾ പറയല്ലോ, ഈ മോളെ കല്യാണം കാണാൻ ബാപ്പ ഉണ്ടായില്ലെങ്കിൽ എന്ന് നമ്മൾ പറയില്ലേ? റസൂലിനെ പറ്റി പറയാ. ഇതാ നമ്മുടെ മുത്തു നബി. ഈ നബിയെ അറിയാതെ മൊയ്ലൂദല്ല, റാത്തീബല്ല, ഹദ്ദാദല്ല, ചോറല്ല, ബിരിയാണിയല്ല, മന്തിയല്ല, എന്ത് കഴിച്ചിട്ടുണ്ടാ? എന്തിനാ അതൊക്കെ കഴിക്കുന്നേ? ഈ നബിയെ അല്ലേ അറിയണ്ടേ? പാട്ടും ബെയ്ത്തും ജാഥയും മുദ്രാവാക്യവും തപ്പും മുട്ടും കലിയും എന്തെല്ലൊക്കെ വികൃതങ്ങൾ വൈകൃതങ്ങൾ നമ്മളെ നബിന്റെ പേരിൽ. നബി അങ്ങനെ കളിച്ചാളൊന്നും ആയിരുന്നില്ല കേട്ടോ, അങ്ങനെ കളിക്കാൻ പറഞ്ഞിട്ടുമില്ല. ലോകത്ത് ഒരുപാട് ഫിഖി ഗ്രന്ഥങ്ങളുണ്ട്. ഷാഫി ഇമാമ്, ഹനഫി ഇമാമ്, ഹംബലി ഇമാമ്, മാലിക്കി ഇമാമ്, ആ ഇമാമികൾക്ക് കുറെ കിതാബുകളുണ്ട്.
ഏതെങ്കിലും ഒരു കിതാബിൽ ഒരു കാണട്ടെ, നബി ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 എന്താ ചെയ്യേണ്ടിയെന്ന്. ഏതെങ്കിലും ഒരു കിതാബിൽ. പെരുന്നാൾ അന്ന് എന്താ ചെയ്യേണ്ടിയെന്ന് അറിയാം. ചെറിയ പെരുന്നാൾ അന്ന് ഈത്തപ്പഴം കഴിക്കണം ആദ്യം തന്നെ, പള്ളി പോകുന്നതിന് മുമ്പേ 3, 5, 7. പിന്നെ ഈദ്ഗാഹിലേക്ക് പോകണം, ഇന്ന് തക്ബീർ എല്ലണം, ഇങ്ങനെ കുറെ പണിയുണ്ട്. ഇന്നെന്താ ചെയ്യണ്ടേ റബീഉൽ അവ്വൽ 12? ഏതെങ്കിലും ഒരു കിതാബ് പറയട്ടെ. ദുനിയാവിലൊരു കിതാബില്ലേ? ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പലതുണ്ട് ലോകത്ത്. ബുഖാരി ഇമാം, മുസ്ലിം ഇമാം, അഹ്മദ്, ഹംബല്, നസായി, തിർമിദി, ഇബ്നു മാജ, സിഹാഹു സിത്ത, അല്ലാത്ത ഒരുപാട് കിതാബുകളുണ്ട്. ഏതെങ്കിലും ഒരു കിതാബ് പറയട്ടെ. ഇമാമിന്റെ മാലിക് ഇമാമിന്റെ മുവത്ത, ഇപ്പൊ ഇരുന്ന സിൽസിലത്തുൽ അഹാദീസു സഹീഹ, അൽബാനി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ കിതാബുണ്ട്. ഏതെങ്കിലും ഒരു കിതാബ് പറയട്ടെ. റബീഉൽ അവ്വൽ 12 രാവിലെ എന്താ ചെയ്യേണ്ടിയോ, ഉച്ചക്ക് എന്താ ചെയ്യേണ്ടിയോ? കിതാബിൽ ഒരു വർത്താനവുമില്ല. പിന്നെ എന്തിനാ അത് ചെയ്യുന്നേ? നമ്മളെ വെള്ളിയാഴ്ച ഓതുന്ന നബാത്തി ഖുത്ബണ്ട് സുന്നി പള്ളിയില്. മഹാ അത്ഭുതമാണ് കേട്ടോ. റബീഉൽ അവ്വൽ മാസത്തിൽ 3 ഖുത്ബങ്ങാണ്. അത് നബി ജനിച്ചതിനെ പറ്റിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ മരിച്ചതിനെ സംബന്ധിച്ച, ഇവിടെ പറഞ്ഞതിനെ സംബന്ധിച്ച്. കാരണം എന്താണെന്നറിയോ? റബീഉൽ അവ്വൽ 12 അദ്ദേഹം മരിച്ചത്. ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഏതായാലും നമ്മുടെ റസൂലിനെ കൃത്യമായി അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അദ്ദേഹം എങ്ങനെ ജീവിച്ചോ അങ്ങനെ മാത്രമേ ഇനി ഞാൻ ജീവിക്കൂ എന്ന് പ്രതിജ്ഞ എടുക്കുകയും അങ്ങനെ തന്നെ ജീവിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ നല്ലവരായി ലോകത്തിന് ഇവിടെ പറയുകയും റസൂലിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മാതൃകകൾ കണ്ടെത്തി അത് അനുധാവനം ചെയ്ത് ജീവിച്ചതിൻ്റെ പേരിൽ നാളെ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തോളിൽ കൈയിട്ട് നടക്കാൻ കഴിയുകയും ചെയ്യുന്ന സഖാവ്, സഖി, കൂട്ടുകാരനും കൂട്ടുകാരിയും സഹാബിയായി മാറാൻ റഹ്മാനായ റബ്ബ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും പടച്ചമ്പുരാൻ നമുക്ക് അവർക്കും പുറത്തു മാപ്പാക്കി തരട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് അള്ളാഹു നമ്മേവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما رب ارحمهما كما ربونا صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.